അദ്ദേഹത്തിൻ്റെ നിരവധിയായ സുഹൃത്തുക്കൾ ഇതിനോടകം തന്നെ വന്ന് മടങ്ങുന്നത് നമ്മൾ കണ്ടു. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ എത്തി അന്തിമോപചാരം അർപ്പിച്ചു. വലിയ നഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ വിയോഗത്തിലൂടെ ഉണ്ടായിരിക്കുന്നത് എന്നതാണ് മുഖ്യമന്ത്രി അനുശോചന സന്ദേശത്തിൽ ഉൾപ്പെടെ പറഞ്ഞത്. ആജ്ഞ അവിടെ നിന്ന് തുടരുന്നുണ്ട്. ആജ്ഞ, കണ്ടനാട്ടെ വസതിയിലേക്ക് മൃതദേഹം എത്തിച്ചാൽ അവിടെ മാധ്യമങ്ങൾ എത്തരുത് എന്നൊരു അഭ്യർത്ഥന കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്നുമുണ്ട് എന്നതാണ് അറിയുന്നത്. നാളെ സംസ്കാര ചടങ്ങുകൾ നടക്കുന്ന സമയം വരെ കുടുംബത്തിന് ഒപ്പം നാട്ടുകാർക്ക് ഉറ്റ ബന്ധുക്കൾക്ക് അവിടെ എത്താനും കാണാനുമൊക്കെയുള്ള ഒരു അവസരം ഉണ്ടാക്കാൻ വേണ്ടിയാണോ അങ്ങനെ ഒരു അഭ്യർത്ഥന കുടുംബം മുന്നോട്ട് വെക്കുന്നത്? അങ്ങനെയാണ് രേണുക. കാരണം ഇപ്പോൾ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഈ കുടുംബങ്ങൾക്ക് അവരുടെ ഒരു പ്രൈവസി ഉണ്ട്. ആളുകളെ അവിടെ എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ടും അവരുടെ ബന്ധപ്പെട്ട ആളുകളൊക്കെ അവിടെ എത്തുന്നതുമായി ബന്ധപ്പെട്ട് അവരുടെ പ്രൈവസിയെ മാനിച്ചുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഒരു നിർദ്ദേശം അങ്ങനെ ഒരു നിർദ്ദേശം കുടുംബം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അത്തരത്തിൽ അങ്ങനെ തന്നെ പാലിക്കണമെന്നാണ് അവരാവശ്യപ്പെടുന്നതും അങ്ങനെ തന്നെയാണ്. കാരണം ഇന്ന് രാവിലെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ എത്തിയിരുന്നു. നമ്മൾ അന്തിമോപചാരം അർപ്പിക്കാൻ പ്രമുഖരായ ആളുകൾ, മമ്മൂട്ടി ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ എത്തുന്നു. അങ്ങനെ അവിടെ രാവിലെ ഒരു 2 മണിക്കൂർ നേരത്തോളം അന്തിമോപചാരം അർപ്പിക്കാനുള്ള അവസരം ഒരുക്കിയിരുന്നു. ഇപ്പോൾ പൊതുദർശനം നടക്കുകയാണ് ടൗൺ ഹാളിൽ. അതിലും ആയിരക്കണക്കിന് ആളുകളാണ് വന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും നിരന്തരം ആളുകൾ പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമുണ്ട്. അങ്ങനെ എല്ലാവർക്കും കാണാനും അദ്ദേഹത്തെ അവസാനമായി ഒന്നൊക്കെ കാണാനുമുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി തന്നെയാണ് ഒടുവിൽ അവരുടെ അതായിട്ടുള്ള കാര്യങ്ങളെ അവരുടെ ഒരു പ്രൈവസിയെ മാനിക്കണം എന്നുള്ള തരത്തിൽ തന്നെയാണ് കുടുംബം അങ്ങനെ ഒരു ആവശ്യം മുന്നോട്ട് വെച്ചത്. മറ്റൊരു ഈ ഒരു സാഹചര്യത്തിൽ അത് മാനിക്കുക എന്നുള്ളത് തന്നെയാണ് നമുക്കും ചെയ്യാനുള്ളതെന്നാണ് മനസ്സിലാവുന്നത്. എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ രാവിലെ 8:30 മണിയോട് കൂടിയാണ് ദേഹാസ്വസ്ഥതയെ തുടർന്നത്. ഡയാലിസിസിന് കൊണ്ടുപോകുന്ന സാഹചര്യത്തിലാണ് അദ്ദേഹത്തിന് ദേഹാസ്വസ്ഥത അനുഭവപ്പെട്ടതും തുടർന്ന് തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിച്ചതും. എത്തുന്ന വഴിക്ക് തന്നെയാണ് അദ്ദേഹത്തിന് മരണം സംഭവിച്ചിരുന്ന സാഹചര്യം ഉണ്ടായത്. അങ്ങനെ ഈ പറയുന്നത് പോലെ ഇപ്പോൾ ടൗൺ ഹാളിലെ പൊതുദർശനം അവസാനിപ്പിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. മൃതദേഹം അവിടെ നിന്ന് കണ്ടനാട്ടെ വസതിയിലേക്ക് കൊണ്ടുപോകാൻ ഒരുങ്ങുന്നു എന്ന് മനസ്സിലാക്കുന്നു. നേരത്തെ 3 മണിവരെയായിരുന്നു അവിടെ പൊതുദർശനം നിശ്ചയിച്ചിരുന്നത്. അത് പിന്നീട് ആളുകൾ എത്തിക്കൊണ്ടിരുന്നതിനാൽ 4 മണിയിലേക്ക് നീട്ടുന്നു എന്നതായിരുന്നു നമുക്ക് ലഭിച്ച വിവരമെങ്കിൽ ഇപ്പോൾ 3:30 അവിടുത്തെ പൊതുദർശനം അവസാനിപ്പിച്ച് മൃതദേഹം കണ്ടനാട്ടെ വസതിയിലേക്ക് കൊണ്ടുപോകുന്നു എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഡാനി ഇപ്പോൾ ഉണ്ട്. ഡാനി, പൊതുദർശനം നേരത്തെ അവസാനിപ്പിക്കുകയാണോ? കണ്ടനാട്ടെ വസതിയിലേക്ക് ഉള്ള അദ്ദേഹത്തിൻ്റെ അവസാന യാത്ര ആരംഭിക്കുകയാണോ? പക്ഷെ അവരോട് ഇടപെട്ടുകൊണ്ട് സംസാരിച്ചിരിക്കുന്നു സിനിമാ പ്രവർത്തകരും അടക്കം. കാരണം ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് പോകേണ്ടതില്ല എന്നത് ഒരു തീരുമാനമാണ്. കാരണം കുറേയധികം സമയമായി ഇനി വീട്ടിലേക്ക് പോകാനുള്ള വീട്ടിലേക്ക് അവർക്ക് കുടുംബത്തിന്റെ ഒരു നിമിഷങ്ങൾ ഇവിടേക്ക് പോകാനുള്ള ഒരു സമയമാകുന്നു എന്നതാണ് ഡാനിയാണ് വിവരങ്ങൾ നൽകുന്നത്. എന്തായാലും ടൗൺ ഹാളിലെ പൊതുദർശനം അവസാനിക്കുന്നു. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ധ്യാനും വിനീത് ശ്രീനിവാസനും ഭാര്യയും ഒക്കെ അവിടെ നിന്ന് വാഹനത്തിലേക്ക് കയറാൻ പോകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. മൃതദേഹം ആംബുലൻസിൽ കണ്ടനാട്ടെ വസതിയിലേക്ക് അല്പസമയത്തിനകം കൊണ്ടുപോകും. പൊതുദർശനം ടൗൺ ഹാളിലെ പൊതുദർശനം അവസാനിപ്പിച്ചിരിക്കുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോഴും നൂറുകണക്കിന് പേർ അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ അനിശ്ചിതമായി പൊതുദർശനം നീളുന്നതിനോട് താല്പര്യമില്ല, അല്ലെങ്കിൽ വീട്ടിലേക്ക് മൃതദേഹം കൊണ്ടുപോകണം എന്ന കുടുംബത്തിൻ്റെ കൂടി ആവശ്യം പരിഗണിച്ച് ഇപ്പോൾ പൊതുദർശനം അവസാനിപ്പിച്ച് മൃതദേഹം കണ്ടനാട്ടെ വസതിയിലേക്ക് കൊണ്ടുപോകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രിയ സുഹൃത്തുക്കൾ, സിനിമാ രംഗത്തെ പ്രമുഖർ എല്ലാം അതിനുള്ള അറേഞ്ച്മെൻറ്റ്സ് ചെയ്യുകയാണ്, ഒരുക്കങ്ങൾ നടത്തുകയാണ്, ആളുകളെ നിയന്ത്രിക്കുന്നതുൾപ്പെടെ. എന്തായാലും ടൗൺ ഹാളിലെ പൊതുദർശനം ഇപ്പോൾ അവസാനിപ്പിച്ചിരിക്കുന്നു എന്നതാണ് മനസ്സിലാകുന്നത്. ഡാനി, തുടർന്നോളൂ. രേണുക, ടൗൺ ഹാളിലെ പൊതുദർശനം അവസാനിച്ചിരിക്കുന്നു. ഇനിയിപ്പോൾ വീട്ടിലേക്ക് ഉദയംപേരൂർ കണ്ടനാട് വീട്ടിലേക്കുള്ള അവസാന യാത്രയാണ് എന്ന് തന്നെ പറയാം. അദ്ദേഹം നാളുകൾക്ക് മുൻപ്
ഇഷ്ടപ്പെട്ട കൃഷി ഇടങ്ങളോട് കൂടിയ സ്ഥലം വേണം, ജൈവ കൃഷിയുടെ പ്രചാരകനാകണം, കൂടുതൽ ആളുകളിലേക്ക് ആ സന്ദേശം എത്തിക്കണം എന്ന ഒരു തീരുമാനത്തോടുകൂടി വാങ്ങി സ്ഥലം അതിനടുത്ത് ഇഷ്ടമുള്ള രീതിയിൽ വീട് പണിതു, ജൈവ കൃഷി അടക്കമുള്ള കാര്യങ്ങൾ അവിടെ ഏർപ്പാടാക്കി. അങ്ങനെ തൻ്റെ ഇഷ്ടപ്പെട്ട വീട്ടിലേക്ക്, ആ പരിസരത്തേക്ക് ശ്രീനിവാസൻ പോകുന്നു. അത് ഇനി ആ വീട്ടിലേക്ക് ഉള്ളൊരു മടക്കമാണ്. കുടുംബത്തിൻ്റെ അവസാനത്തെ, അവർക്കൊപ്പം ചിലവഴിക്കുന്ന അവസാനത്തെ മണിക്കൂറുകളിലേക്കാണ് ശ്രീനിവാസൻ ചേതനയേറ്റ ശരീരവുമായിട്ട് ഇപ്പോൾ കുടുംബാംഗങ്ങൾ നീങ്ങുന്നത്. ഇവിടെ ഒരു പൊതുദർശനത്തിനുള്ള ക്രമീകരണങ്ങൾ ഉണ്ടാകില്ല എന്ന് തന്നെ അറിയിച്ചിട്ടുണ്ട്. കാരണം അത് കുടുംബാംഗങ്ങളുടെ മാത്രം ഒരു നിമിഷം എന്ന രീതിയിലേക്ക് മാറ്റണം. അതുകൊണ്ടാണ് വളരെ തിടുക്കപ്പെട്ട് ടൗൺ ഹാളിൽ ഒരു പൊതുദർശനം ക്രമീകരിച്ചത്. ഏതായാലും ആ ഒരു വികാരത്തെ, കുടുംബാംഗങ്ങളുടെ ആ അഭ്യർത്ഥനയെ എല്ലാവരും തന്നെ മാനിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ നിമിഷങ്ങൾ, ഇനിയുള്ള സമയവും അത്രയും, ഈ രാത്രി അത്രയും ശ്രീനിവാസൻ തൻ്റെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾക്കൊപ്പം, തൻ്റെ പ്രിയപ്പെട്ട വീട്ടിൽ, തൻ്റെ ചുറ്റുപാടുകളിൽ, തൻ്റെ പ്രിയപ്പെട്ട കൃഷി സ്ഥലത്തോട് ചേർന്നുള്ള ആ വീട്ടിൽ, അവിടെ ഈ രാത്രി ചെലവഴിക്കാൻ അവസാന രാത്രിയിലേക്ക് എറണാകുളം ടൗൺ ഹാളിൽ നിന്ന് മൃതദേഹം നീങ്ങുകയാണ്. പുറത്ത് ആംബുലൻസ് ക്രമീകരിച്ചിട്ടുണ്ട്. മറ്റ് സിനിമാ പ്രവർത്തകരുടെ വാഹനങ്ങളുണ്ട്. അവിടേക്ക് ഇപ്പോൾ മൃതദേഹം മാറ്റുകയാണ്. ഇനി വീട്ടുവളപ്പിലേക്ക്, നാളെ വീട്ടുവളപ്പിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക എന്നറിയിച്ചിട്ടുണ്ട്. നോക്കുക, എറണാകുളം ടൗൺ ഹാളിൽ വളരെ ആദരപൂർവമായ ഒരു യാത്രയപ്പാണ് ശ്രീനിവാസന് നൽകിയത് എന്ന് നമുക്ക് പറയാം. ഒരു നീണ്ട കാലയളവ് മലയാള സിനിമാ ലോകത്തിന് അദ്ദേഹം നൽകിയ നിസ്തുലമായ സംഭാവനകൾ അത്ര കണ്ട് എത്രയെത്ര കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകി എന്നതിനേക്കാളും അപ്പുറം എത്രയെത്ര കഥാപാത്രങ്ങൾക്ക് അദ്ദേഹം സൃഷ്ടാവായി എന്നതുകൂടിയുണ്ട്. ഇതിപ്പോൾ നമ്മൾ കാണുന്നത് ഒരുപക്ഷെ ഒരു അവസാന ഫ്രെയിം ശ്രീനിവാസൻ്റെ മൃതദേഹം കൊണ്ടുപോകുന്നതാണ്. എറണാകുളം ടൗൺ ഹാളിന് പുറത്തേക്ക് എത്തിയിരിക്കുന്നു. ഇനി പേരൂരുള്ള വീട്ടിലേക്കുള്ള യാത്രയാണ്. കൂടിയിരിക്കുന്ന ഓരോ മനുഷ്യരും ഓർത്തെടുക്കുന്നത് അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളും അതിൻ്റെ ഡയലോഗുകളും തന്നെയാണ്. ഒരു സംശയവും അക്കാര്യത്തിലില്ല. നമ്മളൊരു മനുഷ്യനെ മരണം പറയുമ്പോൾ അത് ഒരു വളരെ സങ്കടകരമായ സാഹചര്യങ്ങളിൽ നിന്ന് പറയുമ്പോൾ, ഇവിടെ അത് ശ്രീനിവാസനെ കുറിച്ചാകുമ്പോൾ ചെറിയൊരു ചിരി എല്ലാവരുടെ ചുണ്ടിലും ബാക്കി നിൽക്കുന്നുണ്ട്. അത് അദ്ദേഹം അവശേഷിപ്പിച്ചു പോകുന്ന ആ നർമ്മത്തിൻ്റെ, ആ ശുദ്ധതയുടെ തെളിവാണ്, അടയാളമാണ്. കാരണം ഇക്കാലം അത്രയും അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നതെല്ലാം തന്നെയും സമൂഹത്തിൻ്റെ ഒരു ചെറിയ